ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവബാല അഭിഷേകിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് റൂമിനകത്തേക്ക് കയറാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിൽക്കുന്ന അബിയുടെ ബുക്കെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അബി കടയിൽ പോയിരിക്കുകയാണ്. അപ്പോഴത്തേനും ആ ബുക്കെല്ലാം എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി നശിപ്പിക്കാനാണ് ദേവബാല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേനും അവിടേക്ക് അമ്മമ്മ വരുന്നുണ്ട്. അമ്മമ്മ അത് കാണുമ്പോഴത്തേനും എന്താ ദേവു ഈ കാണിക്കുന്നത്, എന്താ നീ കത്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് പുസ്തകങ്ങളാണല്ലോ, എന്താ ദേവബാല ഇത് ആരുടെയാണ്, ഇത് അഭിഷേകിൻ്റെ ആണോ എന്നൊക്കെ അമ്മമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ദേവബാല പറയുന്നത് ഇത് അവൻ്റെ തന്നെയാണ്, അവൻ ഇനി പഠിക്കണ്ട, അവൻ ഒട്ടും മാർക്ക് വേണ്ട, അവൻ തോൽക്കട്ടെ, എൻ്റെ വീട്ടിൽ എനിക്ക് തലയുയർത്തി നടക്കാനായിട്ട് പറ്റുന്നില്ല, അവന് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ദേവബാല അമ്മമ്മയോട് പറയുന്നുണ്ട്. അപ്പം അമ്മമ്മ പറയുന്നുണ്ട്, ദേവു ഇത് ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്തത് വളരെയധികം പാപമാണ്, ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇത് നിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ പഠിച്ചോട്ടെ, നീയും നന്നായി പഠിക്കുകയും നിനക്കും നല്ല മാർക്ക് കിട്ടുമല്ലോ, വേണ്ട അവനിവിടെ നിൽക്കണ്ട, അവൻ പഠിച്ച് നന്നാവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബാല അകത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഈ അമ്മമ്മയും അഭിഷേകും കൂടി സംസാരിക്കുന്നുണ്ട്. അഭിഷേക് വന്നപ്പോഴത്തേനും അമ്മമ്മേ അവിടെ നല്ലെണ്ണ മാത്രം കിട്ടിയില്ല, അത് അവിടെ ഇല്ല, നാളെ വരും, നാളെ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, മോനെ നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്, നിനക്ക് വിഷമമൊന്നും തോന്നരുത്, അത് അവളുടെ സ്വഭാവ അകരത്തെറ്റിയാണ്, അവൾ ദേവു എന്താ ചെയ്തിട്ടുള്ളത് അമ്മമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവൾ നിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ തീയിട്ട് നശിപ്പിക്കുകയാണ് മോനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്താണ് അമ്മമ്മ ഈ പറയുന്നത്, പുസ്തകങ്ങളെല്ലാം തന്നെ ദേവു കത്തിച്ചു എന്നാണോ പറയുന്നത്? അതെ, പക്ഷേ ദേവരാജൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോനെ അതൊന്നും അവളോട് പറയരുത്, ദേവരാജനോട് പറയരുത് എന്ന് അമ്മമ്മ പറയാട്ടോ ചെയ്യുന്നത്. ദേവിയുടെ സ്വഭാവം എനിക്കിപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാം അമ്മമ്മേ, അതുകൊണ്ട് ഞാൻ അവളെക്കുറിച്ച് കുറ്റമൊന്നും മാഷിനോട് പറഞ്ഞു കൊടുക്കില്ല. അമ്മമ്മ വിഷമിക്കേണ്ട കാര്യമല്ല. മോനെ നീ പുസ്തകങ്ങളില്ലാതെ എങ്ങനെയാണ് പഠിക്കുക, ഞാൻ എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു അമ്മമ്മേ, നിനക്ക് വിഷമം ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മാറോട് ചേർക്കാട്ടോ ചെയ്യുന്നത്, നീ മിടുക്കനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ ദേവബാല അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവബാലയ്ക്ക് ഒരു വിഷമം പോലെ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേവരാജൻ മാഷ് വീട്ടിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അമ്മായി എവിടെയാണ്, അഭിഷേക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ഓടി വരുന്നുണ്ട്. എങ്ങോട്ടാണ് ദേവരാജൻ നീ രാവിലെ മുതൽ പോയത്, എത്ര സമയമായി നിന്നെ കാണാതെയായിട്ട് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭിഷേക് ഓടി വരുന്നുണ്ട്. ഓടി വന്നതിന് ശേഷം മാഷെ എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ അമ്മയെ കണ്ടു, അമ്മ എന്ത് പറഞ്ഞു, അമ്മ നിന്നെക്കുറിച്ച് ചോദിച്ചു, ഞാനാണ് നിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് തുറന്ന് പറയാനായിട്ട് നിന്നത്, എന്തായാലും നിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, അമ്മ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്, അമ്മയോട് പറഞ്ഞു ഞാൻ നന്നായി പഠിച്ച് വലിയ ആളാവുമെന്ന് ഞാൻ നിൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് മോനെ, അത് നീ പാലിക്കണം, അതിന് നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, നിൻ്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അമ്മ ചോദിക്കുന്നുണ്ട്, ഇവന് ബന്ധുക്കളുണ്ടെന്നോ, ഇവന് അമ്മയുണ്ട്, അമ്മയാണ് ഇവൻ്റെ എല്ലാം, അവൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ പോയത് അമ്മായി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അബിയാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേനും നീ ഇങ്ങനെ കരയാതിരിക്കുക, ഇത് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമാവുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്, പക്ഷേ നീ കരയാൻ നിന്ന് എന്തിനാണ് അബി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അവിടേക്ക് ദേവബാലയും വരുന്നുണ്ട്. നീ കണ്ടോ, അബിയെ കണ്ട് പഠിക്കണം, നീ ഇവനെ പൂവിട്ട് പൂജിക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും ദേവുവിന് ദേഷ്യം തോന്നിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അമ്മായിക്ക് ഇത് കേൾക്കുമ്പോഴും ദേഷ്യം തോന്നും, കാരണം ഇവൻ്റെ സ്വഭാവം അമ്മായിക്ക് മനസ്സിലായതാണ്, പക്ഷെ ഇതൊന്നും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ ദേവരാജൻ മാഷ് അമ്മാമ്മയോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. എക്സാം ഹാളിൽ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സുനന്ദയൊക്കെ നന്നായിട്ട് എക്സാം എഴുതുമ്പോഴും അബി എഴുതുമ്പോഴത്തേനും ദേവബാലയാണെങ്കിലും ഒന്നും പഠിക്കാത്ത കാരണം വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് അബി ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് മാഷിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും മാഷ് ചോദിക്കുന്നുണ്ട്, മോനെ നന്നായി പഠിച്ചോ, പഠിച്ചിട്ട് മാർക്കൊക്കെ കിട്ടുമോ, ഞാൻ എല്ലാം എഴുതി സാർ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നല്ല മണിമണിയായിട്ട് തന്നെ മാഷിനോട് ആൻസർ
ആൻസർ പറയുന്ന അബിയാണ്. അതുപോലെ തന്നെ ദേവു അതിൽ പോകുമ്പോൾ നിന്നോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ ഇതിലുള്ളത്, ഇന്ന് എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുമ്പോൾ ദേവുവിനൊന്നും അറിയുന്നില്ല. ഇത്തവണയും മാത്സിന് തോൽക്കുമല്ലേ, നിൻ്റെ ഒരു കഷ്ടകാലമാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ദേവിന് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ഗായത്രി ദേവിയെ കാണാൻ വേണ്ടിയിട്ട് അഭിഷേകിനെ കൂട്ടിക്കൊണ്ട് ദേവരാജ് മാഷ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിമ്മി വരുന്നുണ്ട്. നിമ്മി ഗായത്രിയോട് പറയുന്നുണ്ട്, ചേച്ചി അഭിഷേക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, തമ്പിയണ്ണൻ്റെ വീട്ടിലിരുത്തിയിരിക്കുകയാണ്, ഇവിടെ വന്നാൽ പ്രശ്നമല്ല, ഇവരെ അറിയണ്ട, ചേച്ചി വരൂ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഓടിക്കൊണ്ട് പോവാണ് അബിയെ കാണാൻ. അബി എന്ന് വിളിക്കുമ്പോൾ അബി ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന മാഷിനടക്കം എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ അമ്മയും മകനും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചതിന് ശേഷം തിരിച്ച് മടങ്ങുകയാണ് അവർ. എന്നിട്ട് നിമ്മിയാണെങ്കിലോ അഭിഷേകിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗായത്രിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൊടുക്കുമ്പോഴത്തേനും വേണ്ട അമ്മേ, ഇനി അമ്മ ആരുടെ അടുത്തുനിന്ന് കടം വാങ്ങിക്കേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതല്ലേ മോനെ എനിക്ക് തരാനുള്ളൂ, വേണ്ട അമ്മേ, മാഷിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നുണ്ട്, എനിക്ക് ഒരു വിഷമവുമില്ല ഇനി. അപ്പം നിമ്മി പറയുന്നുണ്ട്, ഇത് മോനെ കടമായിട്ട് കൂട്ടേണ്ട, അത് മോനുള്ളതാണ്, വെച്ചോളൂ, വേണ്ട ആൻറ്റി, ഇപ്പം എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗായത്രി ദേവിയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെ തൻ്റെ റൂമിൽ തൻ്റെ അമ്മയുടെ ഫോട്ടോ വെക്കുന്നുണ്ട് അബി. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന ദേവബാലയാണ്. ദേവബാല അതിൽ നടക്കുന്ന സമയത്ത് കുറേ മാങ്ങയൊക്കെ കാണുന്നുണ്ട്. മാങ്ങ കാണുമ്പോഴത്തേനും കല്ലെറിയാൻ നോക്കുമ്പോഴത്തേനും മാങ്ങ വീഴുന്നില്ല. അബിയാണെങ്കിലോ അവർക്ക് മാങ്ങ ചാടിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോഴത്തേനും ഇത് ദേവുവിനുള്ളതാണെന്ന് പറഞ്ഞ് നീട്ടുമ്പോഴത്തേനും വീണ്ടും ദേഷ്യത്തോടു കൂടി പോകുന്ന ദേവബാലയാണ് വീണ്ടും കാണിക്കുന്നത്. പിന്നെ റിസൾട്ട് വരികയായിട്ട് ചെയ്യുന്നത്. എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ നമ്മുടെ അബി ജയിക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ജയിച്ചു, എനിക്ക് നല്ല മാർക്കുണ്ടെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അബി വലിയ കുട്ടിയായിരിക്കുകയാണ്. അതിനുശേഷം മാഷ് അബിയുടെ പിറന്നാൾ ദിവസമാണ്. അന്ന് പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അമ്പലത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേനും അബിയെ തിരയുന്നുണ്ട്, അവിടെ കാണുന്നില്ല. അങ്ങനെ വരുന്നുണ്ട്, തിരുമേനി വരുന്നുണ്ട്. എന്താണ് വേണ്ടത് മാഷ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അബിയുടെ ബർത്ത്ഡേ ആണ്, അങ്ങനെ നാളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. മോന് ജോലി കിട്ടിയോ, അവർ നാട്ടിൽ തന്നെ ജോലി വേണമെന്ന് വാശിയായിരുന്നു, പുറത്ത് പോകാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് നാളെ അവൻ ജോയിൻ ചെയ്യും ജോലിക്ക് എന്ന് പറയാട്ടോ, നല്ല മിടുക്കനാണ് അവൻ എന്ന് പറയുന്നു. അങ്ങനെ അബിയെ തിരഞ്ഞു നടക്കുന്ന മാഷിനെ കാണുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയെ തന്നെ. അബി വലുതായി കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ നായകനായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം തന്നെ അവിടുത്തെ പിറന്നാളായതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അബി പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിറന്നാളായതുകൊണ്ട് സദ്യ വേണം, കേക്ക് വേണമെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. വളരെ ചിരിയോട് കൂടി അഭിഷേക് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അബി എന്ന് വിളിക്കേണ്ട മാഷ് ചെയ്യുന്നത്. മാഷയെ പറഞ്ഞിട്ട് അബി ഓടി വരുന്നുണ്ട് മാഷിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഇന്ന് അഭിഷേകിൻ്റെ പിറന്നാളാണ്, ഞങ്ങൾക്ക് കേക്ക് വേണം, മധുരം വേണം എന്നൊക്കെ പറയുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പൈസ തന്നില്ലേ എന്നൊക്കെ അബി പറയുന്നുണ്ട് കേട്ടോ. പൈസ മാത്രം പോരല്ലോ, ഞങ്ങൾക്ക് ഇന്ന് കേക്ക് തന്നെ വേണം. എന്തായാലും വാങ്ങിച്ചു കൊടുക്ക്. മാഷിൻ്റെ അനുവാദം അപ്പോഴും ചോദിക്കുന്നുണ്ട് അബി. എന്നാലും വാങ്ങിച്ചു കൊടുക്കുക എന്തായാലും എന്ന് പറയുന്നു. അങ്ങനെ ചിരിയോടെ നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ കഴിയുന്നത്. എന്തായാലും നല്ല നല്ല എപ്പിസോഡ് വിശേഷങ്ങളായിട്ട് വീണ്ടും